ഞാനിവിടെ മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു അര സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ്. അങ്ങനെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിനകത്തോട്ട് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം കറിവേപ്പില കൂടി നല്ലതായിട്ട് ഞെവിടി ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം നമ്മൾ ഈ മസാലയെല്ലാം ഈ മീനകത്ത് നല്ലതായിട്ട് ചേർത്ത് പിടിപ്പിക്കണം. മിക്സ് ചെയ്ത് നല്ലതായിട്ട് ചേർത്ത് പിടിപ്പിച്ച് കൊടുക്കുക. നനവില്ലെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് നല്ലതായിട്ട് പിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം. ഇത് സമയമില്ലെങ്കിൽ ഒരു 10 മിനിറ്റോ 5 മിനിറ്റ് വെച്ചിരുന്നാലും മതി. അല്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ടൊന്ന് എടുത്ത് വെച്ചാൽ മതി. 5 മിനിറ്റ്. പാൻ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ വറുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ മീൻ പറക്കി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി മീൻ പറക്കി ഇട്ട് കൊടുക്കാം. മീനെല്ലാം പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ആദ്യം അല്പം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയത്തിലിടാം. ഇത് ഒരു വശം ഫ്രൈ ആയെന്ന് നോക്കാം. ഏകദേശം ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. മീനെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വശം കൂടി ഫ്രൈ ആവട്ടെ. നമുക്കിത് മറ്റേ വശം ഫ്രൈ ആയെന്ന് നോക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഓപ്ഷനിലാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. തീ ഓഫാക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.